അധികാരത്തിന്റെ മോഹങ്ങളും അതിർത്തികളുടെ തർക്കങ്ങളും എങ്ങനെ ഒരു ഭൂഖണ്ഡത്തെ ചുട്ടുചാമ്പലാക്കാമെന്നതിന്റെ ഭീകരമായ ഉദാഹരണമാണ് നൈജീരിയ. 1967 ആഫ്രിക്കയുടെ ഹൃദയഭാഗത്ത് ഒരു പുതിയ സൂര്യൻ ഉദിച്ചു, റിപ്പബ്ലിക് ഓഫ് ബിയാഫ്ര. പക്ഷേ ആ പ്രകാശത്തിന് ആയുസ് വെറും 30 മാസങ്ങൾ മാത്രമായിരുന്നു. അത് വിപ്ലവമായിരുന്നോ അതോ ആത്മഹത്യയായിരുന്നോ? ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വരച്ചുണ്ടാക്കിയ അതിരുകൾക്കുള്ളിൽ വീർപ്പുമുട്ടിയ 3 വംശങ്ങൾ, ഹൗസ്, യൊറൂബ, പിന്നെ അതിബുദ്ധിമാന്മാരായ ഇഗ്ബോ വിഭാഗവും. സ്വാതന്ത്ര്യത്തിന് ശേഷം നൈജീരിയ കണ്ടത് അധികാരത്തിന് വേണ്ടിയുള്ള വംശീയ ഉന്മൂലനമായിരുന്നു. കിഴക്കൻ മേഖലയിലെ ഇഗ്ബോ വംശജർ വേട്ടയാടപ്പെട്ടപ്പോൾ അവർക്ക് മുന്നിൽ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: വേർപിരിയുക. എണ്ണസമ്പന്നമായ ആ പ്രദേശം സ്വന്തം രാജ്യമായി പ്രഖ്യാപിച്ചതോടെ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി. ഈ യുദ്ധം നിയന്ത്രിച്ചത് നൈജീരിയക്കാർ മാത്രമായിരുന്നില്ല. തിരശീലയ്ക്ക് പിന്നിൽ വൻ ശക്തികൾ കരുക്കൾ നീക്കി. ബിയാഫ്രയിലെ പെട്രോളിയം നിക്ഷേപം ലക്ഷ്യം വെച്ച് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും നൈജീരിയൻ സൈന്യത്തിന് ആധുനിക ആയുധങ്ങൾ നൽകി. മറുവശത്ത് ഫ്രാൻസും പോർച്ചുഗലും ഇസ്രായേലും ബിയാഫ്രയ്ക്ക് പിന്തുണ നൽകി. മാനുഷിക മൂല്യങ്ങളെക്കാൾ അവിടെ വിലമതിക്കപ്പെട്ടത് കറുത്ത പൊന്നിന്റെ അഥവാ ക്രൂഡ് ഓയിലിന്റെ ലാഭമായിരുന്നു. യുദ്ധകളത്തിലെ വെടിയുണ്ടകളെക്കാൾ ബിയാഫ്രയെ തളർത്തിയത് പട്ടിണി എന്ന ആയുധമായിരുന്നു. നൈജീരിയൻ സർക്കാർ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം ബിയാഫ്രയെ ശ്വാസം മുട്ടിച്ചു. മരുന്നും ഭക്ഷണവും ലഭിക്കാതെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ക്വാഷിയോർക്കർ പിടിപെട്ട് മരിച്ചു വീണു. ലോകമാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ ആദ്യമായി ഒരു വംശഹത്യയുടെ ലൈവ് ദൃശ്യങ്ങൾ കണ്ട് വിറങ്ങലിച്ചു. ചുക്കുമേഗ ഒഡുമേഗു ഓജുക്കു എന്ന വിപ്ലവകാരിയുടെ സ്വപ്നങ്ങൾ ചോരയിൽ മുങ്ങി. 1970 ജനുവരി 15 ബിയാഫ്ര കീഴടങ്ങി. വിജയികളില്ല, പരാജിതരുമില്ല എന്ന് നൈജീരിയ പ്രഖ്യാപിച്ചെങ്കിലും ആ മുറിപ്പാടുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. ബിയാഫ്ര എന്ന പേര് ഇന്നും നൈജീരിയൻ രാഷ്ട്രീയത്തിൽ ഒരു വിറയലായി അവശേഷിക്കുന്നു. അത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, ഒരു ജനതയുടെ അസ്തിത്വത്തിന് വേണ്ടിയുള്ള ദീനവിലാപമായിരുന്നു.